ഹലോ, ഇന്നൊരു കൊഞ്ച് തീയലാട്ടോ. ചെറിയ കൊഞ്ച് എപ്പോൾ ഇവിടെ മേടിച്ചാലും ആദ്യം മനസ്സിൽ വരുന്നത് കൊഞ്ച് തീയലാട്ടോ. അപ്പോൾ ഇന്ന് അതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം. എത്രത്തോളം എടുക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കൊഞ്ചാണ് തീയലിന് എപ്പോഴും ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും ഞാനൊരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തീയൽ വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് വഴണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും ആവശ്യത്തിന് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വേവാൻ പാകത്തിന് മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം വറുത്തരയ്ക്കാനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അരമുറി തേങ്ങയായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങയൊന്ന് വറുത്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഒരു ചെറിയ പീസ് പുളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല കേട്ടോ. ഇത് മിക്സിക്കകത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. തീയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം, നല്ല കുറുകിയിരിക്കണം കറി. അതുകൊണ്ട് എപ്പോഴും നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ വേവിച്ച കൂടിലോട്ട് ചേർത്ത് കൊടുക്കണേ. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണേ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വെന്ത് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.